ഭാര്യയുടെ പരാതിയിൽ ആളുമാറി നിരപരാധിയെ അറസ്റ്റ് ചെയ്ത പൊന്നാനി പോലീസ്. അമളി മനസ്സിലായതോടെ ജയിലിലായിരുന്ന നിരപരാധിയെ വിട്ടയച്ചു. പൊന്നാനി പോലീസിന്റെ വീഴ്ചയിലാണ് ആളുമാറി നിരപരാധിയെ ജയിലിലടച്ചത്. വെളിയങ്കോട് സ്വദേശി ആലുങ്ങൽ അബൂബക്കറിനെയാണ് ആളുമാറി പൊന്നാനി അറസ്റ്റ് ചെയ്ത് 3 ദിവസം ജയിലിലടച്ചത്. ഭർത്താവ് ജീവനാംശം നൽകുന്നില്ലെന്ന യുവതിയുടെ പരാതിയിലാണ് അബൂബക്കറിനെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത്. വെളിയങ്കോട് സ്വദേശി വടക്കേപ്പുറത്ത് അബൂബക്കറിന് പകരം ആലുങ്ങൽ അബൂബക്കറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വടക്കേപ്പുറത്ത് അബൂബക്കർ ഗാർഹിക പീഡന കേസിൽ ശിക്ഷിക്കപ്പെട്ടയാളാണ്. ഇയാളെന്ന് കരുതിയാണ് സമീപവാസിയായ ആലുങ്ങൽ അബൂബക്കറിനെ പോലീസ് ജയിലിലടച്ചത്. തിരൂരിലെ കുടുംബ കോടതിയിലാണ് അബൂബക്കറിനെ ഹാജരാക്കിയത്. കോടതി ഇയാൾക്ക് 4 ലക്ഷം രൂപ പിഴയിടുകയും പിഴ നൽകാത്ത പക്ഷം തടവിനും വിധിച്ചു. തുടർന്ന് ഇയാളെ തവനൂർ ജയിലിലടച്ചു. ആളുമാറിയെന്ന് ബോധ്യമായതോടെ ഇയാളുടെ കുടുംബം കോടതിയെ സമീപിച്ച് നിരപരാധിത്വം തെളിയിച്ചതോടെ അബൂബക്കറിനെ പോലീസ് വിട്ടയച്ചു. സംഭവിച്ചെന്ന് പറയുമ്പോൾ ഇങ്ങനെ മിനിഞ്ഞാന്ന് 4 രാത്രി വീട്ടിലേക്ക് പോലീസ് കയറി വന്നിട്ട് പറഞ്ഞ് ഇത് അബൂബക്കറല്ലേന്ന് വെച്ചു. അപ്പോൾ ഞാൻ മുമ്പാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് അബൂബക്കറാൻകൊന്ന് സ്റ്റേഷനിൽ വരേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇത് അഡ്രസ്സ് നോക്കട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വണ്ടി മേടിച്ച് കുറച്ചിട്ട് കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഹൈവേലേക്ക് എത്തിയിട്ടില്ല. ഹൈവേക്ക് എത്തുന്ന മുന്നേ തന്നെ ഞാൻ സ്ഥലം വിളിച്ച് പറഞ്ഞേ ആ അഡ്രസ്സ് എനിക്ക് നോക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ് അബൂബക്കർ വടക്കേപ്പുറത്ത് ഫാത്തിമ. അപ്പോൾ ഞാൻ പറഞ്ഞു വടക്കേപ്പുറത്ത് ഫാത്തിമ എൻ്റെ അമ്മയാണ്. ഇത് അബൂബക്കർ ഒരിക്കലും അബൂബക്കർ ആലുങ്ങലാണ്. അതായത് ആലുങ്ങൽ ചേർത്ത് എൻ്റെ അമ്മയുടെ പേരും വരും. ഒരിക്കലും ഇത് അബൂബക്കർ ആലുങ്ങൽ മുഹമ്മദ് ഒന്നല്ല, ഇത് ഫാത്തിമാണ്. അപ്പോൾ ഞാനിങ്ങനെ സംശയത്തെ അവർ ചോദിച്ചു നിങ്ങൾ ഒന്നുകൂടെ അന്വേഷിക്കണം. അപ്പോൾ അവർ നേരെ നയിക്കുന്നറിയാം ഞങ്ങൾ സ്റ്റേഷനെ പോയിട്ട് നോക്കാൻ പറഞ്ഞു. ചെന്ന് നോക്കുമ്പോൾ അവിടെ എഴുതിച്ചുള്ള തന്നെയാണ് അബൂബക്കർ ആലുങ്ങൽ. ഞാൻ അവിടെ എന്നെ അറിയുന്ന 2-3 പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അതും അവർക്കും അറിയാം അബൂബക്കർ ആലുങ്ങലാണ്. എൻ്റെ നന്നായിട്ട് അറിയണത് പേരെല്ലാവർക്കും അറിയണത് ആലുങ്ങൽ എന്നാണ്. അവർക്കും അറിയാം. അപ്പോൾ അവർ പോലും ഞാൻ അവരോട് ചോദിച്ചു സാറേ അതിൻ്റെ പേര് മാറിയിട്ടുണ്ടാകും. അപ്പോൾ ചിലപ്പോൾ എൻ്റെ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷം ഒരു 1 വർഷം മുന്നേ മരിച്ചതല്ലേ. ചില മരിച്ചതിന് ശേഷം അപ്പോൾ എൻ്റെ വൈഫിന് ചെറിയൊരു വിഷയമുണ്ട്, കേസുണ്ട്. ആ കേസിൻ്റെ പരാതി ചിലപ്പോൾ എൻ്റെ ഉമ്മാനെ ചേർത്തിട്ടായിരിക്കും ഉമ്മാടെ അടച്ചും ചേർത്തിട്ടായിരിക്കും ഇത് കൊടുത്തിട്ടുണ്ടാവുക. ഇപ്പോഴപ്പോൾ അങ്ങനെ വന്ന് ഞാനിതപ്പോൾ ഞാനാണെങ്കിൽ കോടതിയിൽ വന്ന് ഇവിടെ ഹാജരാക്കി നേരെ അവിടെ പോയിട്ട് നമ്മളെ ഏത് സ്റ്റേഷൻ ഏതാ അല്ല ജയിലിൽ തവന്നൂർ ജയിലിൽ പോയി കിടന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പ്രതി തന്നെയാണ് കരുതിയത്. എൻ്റെ വൈഫ് ചെറിയ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വലിയ രൂക്ഷമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഞാൻ ചെയ്ത് പ്രവർത്തിച്ചതിൻ്റെ പേരിൽ അവർ രൂക്ഷമായിട്ട് എന്നെ കൊണ്ടിട്ട് അങ്ങനെ കരുതിയതാണ്. പക്ഷെ ഇന്ന് ഞാൻ രാവിലെ ഇതേപോലെ അവിടുത്തെ ഈ ജയിലത്തെ ഓഫീസറൊക്കെ അല്ലേ അവരും ചോദിച്ചു ഇമ്മാരുടെ ഡ്രസ്സ് അല്ലല്ലോ വരേണ്ടത്, നിൻ്റെ ഡ്രസ്സ് ആരെങ്കിലും അവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. അവർ പിന്നെ അവിടെ കൊടുക്കുക അന്വേഷിച്ചിട്ടൊക്കെ അന്വേഷിച്ചു തന്നു. പിന്നീടാണ് പോയി വൈകുന്നേരം എന്നെ വിളിച്ചിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥരെ പറഞ്ഞ് ഇങ്ങനെ പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുമാർ വരെയുണ്ട്, താന് നേരെ നാട്ടിലേക്ക് പോകണം, പൊന്നാനി സ്റ്റേഷനിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു വെച്ചത്. അപ്പോഴാണ് ഞാൻ വണ്ടി കയറിയിട്ട് ആദ്യം ഉണ്ടാക്കിയത് ഈ കുടുംബ കോടതിക്ക് വന്നത്. ഇതാണ് സംഭവം. കാരണം വെച്ചാൽ തെറ്റ് പറ്റി പോലീസന്മാരൊക്കെയാണ്. കാരണം അവരെ എടുത്ത് ചാടിയിട്ട് കാരണം ഇപ്പോഴത്തെ പഴയ പോലെ ഒന്നുമല്ല പോലീസന്മാർ. ഇപ്പോഴത്തെ കാലത്ത് വെച്ചാൽ പോലീസന്മാർ ഒരു പ്രതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാടി പിടിച്ചിട്ട് ഓടുന്ന പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് കിട്ടിയാലും കാണും ആ കിട്ടിയത് അതിന് ഒരു പേരാക്കാൻ വേണ്ടിയില്ല, അത് പേരിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്തതാണ്. ചെയ്ത് നോക്കുമ്പോൾ ഞാനായിപ്പോയി ഇതിനൊരു വലിയൊരു ഭാഗം. യഥാർത്ഥ അബൂബക്കറാകട്ടെ ഗൾഫിൽ കഴിയുകയാണ്. NCV ന്യൂസ് പൊന്നാനി. പുതുമയാർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ, വിവാഹ പാർട്ടികൾക്ക് നേടാൻ സ്പെഷ്യൽ പാക്കേജുകൾ. സ്വാഗതം പുതുമയാർന്നൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിന്. കേരള ഗോൾഡൻ ഡയമണ്ട്സ്, ദ ഫാമിലി ജ്വല്ലർ, മെയിൻ റോഡ്, വടക്കേക്കാട്.